ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സോണിയുടെ 3D ബ്ലൂറേ പ്ലെയർ മോഡൽ നമ്പർ BDV-N990W. ഇത് സ്പീക്കർ പാക്കേജോടുകൂടിയുള്ള ഒരു മോഡലാണ്. ബട്ട് കറൻ്റ്ലി ഐ ഡോണ്ട് ഹാവ് ദ സ്പീക്കേഴ്സ്. സ്പീക്കേഴ്സിനെ കുറിച്ച് പറയാം. ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സാണ്. 3 ohms ആണ് ഫ്രണ്ട് സ്പീക്കേഴ്സിൻ്റെയും റിയർ സ്പീക്കേഴ്സിൻ്റെയും ഇമ്പിഡൻസ്. സെൻറ്റർ സ്പീക്കറിനും സബ് വൂഫറിനും 6 ohms ഇമ്പിഡൻസ് ആണുള്ളത്. റിയർ സ്പീക്കേഴ്സിന് വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. സ്പീക്കർ പാക്കേജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ബിൽറ്റ് ഇൻ ആംപ്ലിഫയർ ഉള്ള മോഡലാണെന്ന്. ഇനി പ്ലെയർ പരിചയപ്പെടാം. അപ്രോക്സിമറ്റ്ലി 4 kilogram വെയിറ്റ് ഉണ്ട്. ഡിസൈൻ സാധാരണ സോണിയുടെ ബ്ലൂറേ ഓർ DVD പ്ലെയർ ഡിസൈനിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. ഒരു സ്ലോപ്പായ സർഫേസ് പോലെയാണ് ഈ പ്ലെയറിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പവർ ബട്ടൺ, പിന്നെ ഇവിടെയാണ് ഡിസ്ക് ലോഡ് ചെയ്യേണ്ടത്. ട്രേ അല്ല, സിമ്പിളായി ഇൻസേർട്ട് ചെയ്ത് മൈൽഡ് പുഷ് ചെയ്യുക. റിയർ സൈഡിലേക്ക് വന്നാൽ 2 USB പോർട്ടാണുള്ളത്. അതിൽ ഒരു USB പോർട്ട് ഇവിടെയും ഒരു USB പോർട്ട് സൈഡിലാണ് ഉള്ളത്. ഇവിടെ ലാൻഡ് പോർട്ടുണ്ട്. ഇത് വീഡിയോ ഔട്ട് പോർട്ടാണ്. 3 HDMI പോർട്ട്സ് ഉണ്ട്. 2 HDMI ഇൻ പോർട്ട്സും 1 HDMI ഔട്ട് പോർട്ടുമാണ് ഉള്ളത്. ഓഡിയോ കൊടുക്കുന്നതിന് വേണ്ടി ഒപ്റ്റിക്കൽ ഇൻ പോർട്ടും ഓക്സ് ഇൻ പോർട്ടുമാണുള്ളത്. ഇത് FM ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ഈ കാണുന്നത് സ്പീക്കർ ജാക്സ്, ഫ്രണ്ട് സെൻറ്റർ സബ് വൂഫർ സ്പീക്കേഴ്സ് ജാക്ക് കണക്ട് ചെയ്യാനാണ് ഈ പോർട്ട്. ഇനി ഇതിൻ്റെ റിയർ സ്പീക്കർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വയർലെസ് കണക്ടിവിറ്റിയാണ്. ഇതിനെ പറയുന്നത് ട്രാൻസീവർ എന്നാണ്. ഇതുവഴിയാണ് റിയർ സ്പീക്കറിലേക്കുള്ള സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വൈഫൈയും ലാൻഡ് പോർട്ടുമുണ്ട്. സോ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനും യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്സ് പ്ലേ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി പ്ലെയർ ഒന്ന് ഓൺ ചെയ്ത് പ്ലെയറിലുള്ള ഓപ്ഷൻസും UIയും കാണാം. ഒപ്പം ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഡിസ്ക് ഞാൻ പ്ലേ ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ HDMI കണക്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ സുട്ടോപ്പിയയുടെ ഒരു 3D ബ്ലൂറേ ഉണ്ട്. 3D പ്ലെയർ ആയതുകൊണ്ട് ഈ പ്ലെയറിൽ പ്ലേ ചെയ്യാൻ കഴിയും. 3D പ്ലെയർ അല്ലെങ്കിൽ ഈ ഡിസ്ക് പ്ലേ ചെയ്യാൻ സാധ്യതയില്ല. ഇനി റിമോട്ട് വഴി ഓൺ ചെയ്യാം. ഡിസ്പ്ലേ ഈ സൈഡിലാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ബട്ടൺസ് ബോട്ടം സൈഡിൽ കാണാം. ടച്ച് ബട്ടൺസ് ആണ് ഇവയൊക്കെ. ആസ് യൂഷ്വൽ മറ്റ് ബ്ലൂറേ പ്ലെയറിൽ ഉള്ള പോലെ സെയിം UI തന്നെയാണ് ഈ മോഡലിലും ഉള്ളത്. ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഇനി മറ്റ് UI ഫീച്ചേഴ്സിലൂടെ ഒന്ന് ഓടിച്ചു പോകാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.